ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ സംഭവങ്ങൾ പാപപരിഹാര ബലിയുടെ വലിയൊരു ക്യാൻവാസാണ്. അതിൽ ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളുടെ വിവരണത്തോടൊപ്പം സാത്താൻ്റെ പ്രലോഭന തന്ത്രങ്ങളും പരീക്ഷണങ്ങളും ക്രിസ്തുവിൻ്റെ പ്രതിരോധവും ശിഷ്യന്മാരുടെ വീഴ്ചയുമൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ഒറ്റിക്കൊടുക്കൽ, തള്ളിപ്പറയൽ, അറസ്റ്റ്, ന്യായവിധി ഇങ്ങനെയുള്ള ദൃശ്യ സംഭവങ്ങൾക്ക് പിന്നിൽ സാത്താൻ്റെ നിഗൂഢ തന്ത്രപരമായ നീക്കങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഈ സംഭവത്തിൽ പല തകർച്ചകളും വീഴ്ചകളും ഉണ്ടാക്കാൻ സാത്താന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സാത്താൻ പ്രലോഭനത്തിൻ്റെ ഓരോ കരുക്കൾ നീക്കുമ്പോഴും നിയന്ത്രണം പൂർണ്ണമായും ദൈവത്തിൻ്റെ കരങ്ങളിലായിരുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സാത്താന്യ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുമ്പോൾ കർത്താവ് അതിനൊക്കെ നീക്കുപോക്കുകൾ ഉണ്ടാക്കും. എല്ലാം സർവശക്തൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. പാഷൻ വീക്കിൽ സാത്താൻ പ്രതിസന്ധികളുണ്ടാക്കിയ 4 സാഹചര്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. തിരുവത്താഴമേശ, മാളികമുറി, ഗെത്സമൻ തോട്ടം, കയ്യാഫാസിൻ്റെ ന്യായവിസ്താര സ്ഥലം. ഇതൊക്കെയാണ് ഈ 4 സാഹചര്യങ്ങൾ. ഒന്നാമത്തേത് തിരുവത്താഴ മേശയിലെ സാത്താൻ്റെ സാന്നിധ്യമാണ്. യോഹന്നാൻ 13-ാം അധ്യായം. കർത്താവ് പറഞ്ഞു, അപ്പക്കഷണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷണം മുക്കി ശിമയോൻ സ്കറിയോത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു. അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. സ്നേഹവും അപ്പവും ആത്മബന്ധവുമൊക്കെ പങ്കിട്ട കൂട്ടായ്മയുടെ മേശയിൽ വച്ച് സാത്താൻ യൂദാസിൽ പ്രവേശിച്ചു. യൂദാസ് പെട്ടെന്ന് ദുഷ്ടനായി മാറിയതല്ല. അവൻ ക്രമേണ തൻ്റെ ഹൃദയം വഞ്ചനയ്ക്കായി തുറന്നു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സാത്താൻ വഞ്ചിക്കുന്ന നുണയനും നശിപ്പിക്കുന്ന കൊലപാതകിയുമാണെന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് വളരെ മുമ്പേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യോഹന്നാൻ 8:44. സാത്താൻ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ക്രിസ്തുവിനെ രഹസ്യമായി ഒറ്റിക്കൊടുത്ത് സാമ്പത്തിക നേട്ടമുണ്ടാക്കാമെന്ന് യൂദാസ് കരുതി. അത് ഒരു സാത്താന്യ പ്രലോഭനമായിരുന്നു. പക്ഷേ അവൻ്റെ ദ്രവ്യാഗ്രഹം അവന് മഹനീയമായ ഒരു സ്ഥാനം നഷ്ടപ്പെടുവാനും തൻ്റെ ആത്മാവിനെ പാപത്തിന് പണയം വയ്ക്കുവാനുമൊക്കെ ഇടയായി. വൃക്ഷത്തിൽ കൂടുകൂട്ടുന്ന ക്ഷുദ്രജീവികൾ കാലക്രമേണ വൃക്ഷത്തിൻ്റെ നാശത്തിന് കാരണമാകുന്നത് പോലെ നിശബ്ദവും അദൃശ്യവുമായി ഹൃദയത്തിൽ കടന്നുകൂടുന്ന പാപം ഒടുവിൽ
വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കും. സൂക്ഷിക്കണം. പാപസുഖങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന രഹസ്യമായ കോംപ്രമൈസുകൾ ഒടുവിൽ പരസ്യ വീഴ്ചയ്ക്കായി സാത്താൻ പ്രയോജനപ്പെടുത്തും. രണ്ടാമത്, മാളിക മുറിയിൽ വെച്ച് പത്രോസിനെ പാറ്റുവാൻ സാത്താൻ ക്രിസ്തുവിനോട് അനുവാദം ചോദിച്ചു. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്കു വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്നതിന് ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. സാത്താൻ സർവശക്തനൊന്നുമല്ല. ദൈവം നിശ്ചയിച്ച പരിധിക്കുള്ളിൽ മാത്രമാണ് അവന് പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് സാത്താന് പത്രോസിനെ പരീക്ഷണത്തിന് വിധേയനാക്കുവാൻ ക്രിസ്തുവിനോട് അനുവാദം ചോദിക്കേണ്ടി വന്നത്. 1 കൊരിന്ത്യർ 10:13. ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറം പരീക്ഷിക്കപ്പെടുവാൻ അവൻ അനുവദിക്കില്ല. ശിഷ്യന്മാർ ക്രിസ്തുവിനോടൊപ്പം അവസാന അത്താഴവും വിശുദ്ധ കൂട്ടായ്മയും സ്നേഹ സൗഹൃദവും അനുഭവിച്ച നിമിഷങ്ങളിൽ സാത്താൻ പരീക്ഷണവുമായി അടുത്തുണ്ടായിരുന്നു. യോർദാനിലെ സ്വർഗീയ അഭിഷേകങ്ങൾക്ക് ശേഷം കർത്താവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചത് പരീക്ഷണത്തിനായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ഉന്നതികൾക്ക് ശേഷമാണ് പലപ്പോഴും സാത്താൻ നമ്മെ കടന്ന് ആക്രമിക്കുന്നത്. കാരണം ആരുടെയും ആത്മീയ വളർച്ച സാത്താൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവം നമുക്ക് അനുഗ്രഹങ്ങളും മഹത്വവുമൊക്കെ നൽകുമ്പോൾ നമ്മൾ അതീവ ജാഗ്രത പുലർത്തണം. കർത്താവിനോടൊപ്പമുള്ള അത്താഴവിരുന്നിൽ സ്വർഗീയ ചൈതന്യം ഉൾക്കൊണ്ട ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, മർക്കോസ് 14:38, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിലും ശരീരം ബലഹീനമാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ആത്മീയ വിജയത്തിൽ അഹങ്കരിച്ച് നാളത്തെ ആത്മീയ ജാഗ്രത ഒഴിവാക്കരുത്. മൂന്നാമത്, അന്ധകാരത്തിൻ്റെ നാഴികയിൽ പ്രലോഭനങ്ങളുമായി സാത്താൻ കടന്നു വന്നു. മത്തായി 26. അനന്തരം കർത്താവ് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. അവൻ പത്രോസിനോട് ചോദിച്ചു, എന്നോടുകൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പ്രലോഭനത്തിൽ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിലും ശരീരം ബലഹീനമാണ്. ഗെത്സമൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചു. ശിഷ്യന്മാർ ഉറങ്ങി. കർത്താവ് പ്രാർത്ഥിച്ചതിനാൽ പരീക്ഷകളെ നേരിടുവാൻ സന്നദ്ധനായി. ശിഷ്യന്മാർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാതെ ഉറങ്ങിയതിനാൽ സാത്താന്യ പരീക്ഷയിൽ ദയനീയമായി തോറ്റുപോയി. ആത്മീയ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന പ്രതിരോധശേഷിയുള്ളവരെയും നിരായുധരെയും
സാത്താൻ ഒരുപോലെയല്ല കാണുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ സർവായുധവർഗം ധരിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്നില്ലെങ്കിൽ സാത്താൻ തീർച്ചയായും കടന്നാക്രമിക്കും. യാക്കോബ് 4:7. ആകയാൽ ദൈവത്തിന് കീഴ്പ്പെടുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. എഫേസ്യർ 6:13. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. 4. കയ്യാഫാസിന്റെ ഭവനത്തിൽ ക്രിസ്തുവിന്റെ ന്യായവിസ്താര സ്ഥലങ്ങളിൽ സാത്താൻ ഇടപെടുന്നതായി കാണാം. കയ്യാഫാസിന്റെ ഭവന മുറ്റത്ത് വെച്ച് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഒരിക്കലല്ല, 3 തവണ. എങ്കിലും പത്രോസിനെ പരാജയപ്പെടുത്താൻ സാത്താന് കഴിഞ്ഞില്ല. കാരണം അവൻ കുറ്റബോധത്തോടെ, പശ്ചാത്താപത്തോടെ മനം നൊന്ത് കരഞ്ഞു. ലൂക്കോസ് 22-ാം. കർത്താവ് പത്രോസിന്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ഇന്ന് കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. പത്രോസിന്റെ പരാജയം താൽക്കാലികമായിരുന്നു. കാരണം അവന്റെ ഹൃദയം പശ്ചാത്താപത്താൽ ആർദ്രമായിരുന്നു. എന്നാൽ കയ്യാഫാസിന്റെയും പ്രമാണിമാരുടെയും ഹൃദയം കഠിനമായിരുന്നതിനാൽ അവരെ വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ സാത്താന് കഴിഞ്ഞു. മതനേതാക്കൾ യേശുവിനെ കുറ്റം വിധിച്ചു. അവരുടെ പരാജയം പൂർണ്ണമായിരുന്നു. ഇവിടെ 2 കൂട്ടരാണ് വീണത്. പത്രോസ് പ്രലോഭനത്തിൽ വീണു, പക്ഷേ പശ്ചാത്താപത്തോടെ കരഞ്ഞു യഥാസ്ഥാനപ്പെടുത്തപ്പെട്ടു. യഹൂദ പ്രമാണിമാർ പ്രലോഭനങ്ങളിൽ വീണു, സ്വയം ന്യായീകരിച്ചു. ദൈവത്തിൻ്റെ കരുണ അവർക്ക് ലഭിച്ചില്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രവർത്തനനിരതനായ സാത്താനെ നമുക്ക് കാണാം. തിരുവത്താഴമേശയിൽ സാത്താൻ യൂദാസിന്റെ ഹൃദയത്തിൽ കടന്നു. പത്രോസിനെ പരീക്ഷണങ്ങളുടെ അരിപ്പയിൽ അരിക്കുവാൻ ക്രിസ്തുവിനോട് അവൻ അനുവാദം ചോദിച്ചു. ഗത്സമൻ തോട്ടത്തിൽ ശിഷ്യന്മാരെ അലസതയും ആലസ്യവും കൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് അകറ്റി നിർത്തി. കയ്യാഫാസിനെയും പ്രമാണിമാരെയും പത്രോസിനെയും പ്രലോഭനങ്ങളിൽ വീഴ്ത്തി. സാത്താൻ പ്രതിസന്ധികൾ ഉണ്ടാക്കിയപ്പോഴൊക്കെ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു. പത്രോസിന്റെ പുനഃസ്ഥാപനത്തിനായി കർത്താവ് പ്രാർത്ഥിച്ചു. ഗത്സമൻ തോട്ടത്തിൽ പിതാവിൻ്റെ ഇഷ്ടത്തിന് ക്രിസ്തു സ്വയം സമർപ്പിച്ചു. അവൻ കുരിശ് വഹിച്ചു. സാത്താന് പാപപരിഹാര ബലി തടയുവാൻ പല പദ്ധതികളുണ്ടായിരുന്നു. പക്ഷേ പിതാവ് ഏൽപ്പിച്ച നിയോഗം തടയാൻ സാത്താന് കഴിഞ്ഞില്ല. കുരിശ് സാത്താന്റെ വിജയമായിരുന്നില്ല,
അതവൻ്റെ പൂർണ്ണ പരാജയമായിരുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബ, ദാമ്പത്യ, പേരന്റിംഗ്, ഇടയത്വ നിയോഗങ്ങൾ പൂർത്തീകരിക്കപ്പെടാതിരിക്കുവാൻ സാത്താൻ പല പ്രതിസന്ധികളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മശക്തിയാൽ ആത്മീയ ആയുധങ്ങൾ ധരിച്ച് സാത്താനെ നേരിടുകയും ചെയ്യുമ്പോൾ നമ്മളും ക്രിസ്തുവിനെ പോലെ ദൈവമേൽപ്പിച്ച നിയോഗങ്ങൾ അനുഗ്രഹകരമായി പൂർത്തിയാക്കും. സുബോധത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മാവിനെയാണ് സ്വർഗസ്ഥ പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കുവാൻ അവസാനം വരെ നമ്മോടൊപ്പമുണ്ടായിരിക്കും. ശക്തനാക്കുന്നവൻ മുഖാന്തരം നമ്മൾ അനുദിനം ശക്തരാക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഈ പ്രത്യാശയിൽ പ്രതിസന്ധികളെ സധൈര്യം അതിജീവിച്ച് മുന്നോട്ട് നമുക്ക് മുന്നേറാം. സ്വർഗസ്ഥനായ പിതാവേ, ശത്രുവിൻ്റെ മറഞ്ഞിരിക്കുന്ന പ്രവൃത്തികൾ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും അജ്ഞരും ജാഗ്രതയില്ലാത്തവരും ഒരുക്കമില്ലാത്തവരുമാണെന്ന് ഏറ്റുപറയുന്നു. ദൈവമേ, യൂദാസിനെ പിടികൂടിയ വഞ്ചനയിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കണമേ. ശത്രുവിൻ്റെ എല്ലാ നുണകളെയും നിരസിക്കുവാൻ നാഥ ഞങ്ങൾക്ക് സ്വർഗീയ വിവേകം നൽകണമേ. കർത്താവായ യേശുവേ, പത്രോസിനു വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ വിശ്വാസം ദുർബലമാകുമ്പോൾ, പരീക്ഷണങ്ങളുടെ നീർച്ചുഴിയിൽ ഞങ്ങൾ വീഴുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കണമേ. പരീക്ഷണ സമയങ്ങളിൽ ഞങ്ങൾ വീണു പോകാതിരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അന്ധകാര ശക്തികളുടെ പ്രലോഭന സമയത്ത് ഞങ്ങൾ തോൽപ്പിക്കപ്പെടാതിരിക്കാൻ ഉണർന്നിരിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങളെ ജാഗ്രതയുള്ളവരാക്കണമേ. ആത്മീയമായി ഉണർന്നിരിക്കാനും ജാഗ്രത പാലിക്കുവാനും അങ്ങയുടെ തിരുവചനത്തോട് സംവേദനക്ഷമതയുള്ളവരായിരിക്കുവാനും നാഥ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പരാജയപ്പെടുമ്പോൾ പത്രോസിനെ പോലെ അനുതപിക്കുവാനുള്ള കൃപ നാഥ ഞങ്ങൾക്ക് തരണമേ. ശാസ്ത്രി, പരീശ, പുരോഹിത, പ്രമാണികളെ പോലെ ഹൃദയ കാഠിന്യമുള്ളവരാകാതെ പാപബോധവും ആർദ്രതയുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. രാജ്യവും ശക്തിയും മഹത്വവുമുള്ള കർത്താവേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ. ദുഷ്ടനിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, സാത്താൻ്റെ ശക്തി പരിമിതമാണെന്നും അവിടുന്ന് പരമാധികാരിയാണെന്നും എന്നും എപ്പോഴും ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ. പാപാന്ധകാരം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപിക്കുമ്പോൾ അങ്ങയുടെ പ്രകാശം അകലെയല്ല എന്ന പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതം അവിടുത്തെ ശാശ്വത ഭുജങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിജയത്തിലേക്കും
നിത്യജീവനിലേക്കും ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വച്ച ക്രിസ്തുയേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.